ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇതാ പണിപ്പുര ടാസ്കിന്റെ അടുത്ത ടാസ്ക് എത്തി. ഈ ഒരു ടാസ്കിൽ 1000 പോയിന്റാണ് ലഭിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള 3 ധൈര്യശാലികളെ വേണം. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ മത്സരാർത്ഥികളെല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നത് ആര്യൻ, ജിസേൽ, അനീഷ് എന്നിങ്ങനെ 3 പേരെയാണ്. അങ്ങനെ ബിഗ് ബോസ് ഈ ഒരു 3 പേരോടും ആക്ടിവിറ്റി ഏരിയയിൽ വരാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം 1, 2, 3 എന്നിങ്ങനെ 3 പൊസിഷനിലായിട്ട് 3 പേര്. എന്നിട്ട് ബിഗ് ബോസ് ആദ്യം നിൽക്കുന്ന അനീഷിനോട് ആദ്യത്തെ ലെറ്റർ വായിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അനീഷ് വായിക്കുന്നുണ്ട്, ബി ഡിമാൻഡ് 7ന്റെ പണി. ഈ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല. അനീഷ് ഇത് വായിച്ചതോടും കൂടി ആര്യൻ അവിടെ പൊട്ടിച്ചിരിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് അടുത്ത ലെറ്റർ വായിക്കാനായിട്ട് ആര്യനോട് പറയുമ്പോൾ മലയാളം ആയതുകൊണ്ട് ആര്യൻ അവിടെ വായിക്കാൻ പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ആര്യൻ അവിടെ വായിക്കുന്നുണ്ട്. ഒടുക്കം ബിഗ് ബോസ് അനീഷിനോടൊന്ന് വായിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അനീഷ് അവിടെ വായ തുറക്കില്ല. കാരണം അനീഷിന് കിട്ടിയ ലെറ്ററിൽ വായ തുറക്കരുത് എന്നുണ്ട്. എന്നാലും അതൊന്ന് വായിച്ചു കൊടുക്കാനായിട്ട് ബിഗ് ബോസ് വീണ്ടും പറയുമ്പോൾ അനീഷ് അവിടെ അനങ്ങാതെ നിൽക്കുന്നു. ഒടുക്കം അപ്പാനിയോട് പോയിട്ട് വായിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പാനി ആര്യന്റെ ലെറ്ററാണ് ആദ്യം വായിക്കുന്നത്. ബി ഡിമാൻഡ് 7ന്റെ പണി, നൽകിയിരിക്കുന്ന ജ്യൂസ് മൊത്തം കുടിച്ചു തീർക്കുക എന്നതാണ് ആര്യന് കിട്ടിയ ലെറ്ററിലുള്ളത്. ഇനി ജിസേലിന് കിട്ടിയ ലെറ്ററിലുള്ളത് എന്താന്ന് വെച്ചാൽ ബി ഡിമാൻഡ് 7ന്റെ പണി, ഇപ്പോൾ തന്നെ തല മൊട്ടയടിക്കുക എന്നതാണ് ജിസേലിന് കിട്ടിയ ലെറ്ററിലുള്ളത്. എന്നാൽ ജിസേൽ ഒരു ഗേൾ ആയതുകൊണ്ട് അനീഷിനോട് മൊട്ടയടിക്കുമ്പോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ മിണ്ടാതെ നിൽക്കുള്ളൂ എന്നാണ് അനീഷാണ് പറയുന്നത്. ഒടുക്കം ആരും പറയുന്നുണ്ട്, ഞാൻ മൊട്ടയടിക്കാം, നീ ജ്യൂസ് കുടിച്ചോ എന്ന് പറയുന്നു. പിന്നീട് ആരും പറയുന്നുണ്ട്, ഞാനൊരു 1000 പോയിന്റിന് വേണ്ടി മൊട്ടയടിക്കണോ? ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എന്റെ ഫാദർ മരിച്ചാലാണ് ഞാൻ മൊട്ടയടിക്കേണ്ടത്. ഇതാകെ 1000 പോയിന്റ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മൊട്ടയടിക്കുന്നില്ല. ഇതെന്റെ ഫൈനൽ ഡിസിഷൻ ആണെന്ന് അവിടെ ആര്യം പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് മറ്റു കുടുംബാംഗങ്ങളോട് ആക്ടിവിറ്റി റൂമിൽ പോവാനായിട്ട് പറയുന്നു. എന്നിട്ട് എല്ലാവരും ആര്യന്റെയും ജിസേലിന്റെ അടുത്തായിട്ട് പൊട്ടിത്തെറിക്കുന്നു. നിങ്ങൾ 1000 പോയിന്റ് ഉണ്ടാക്കാനല്ലേ പോയത്, അല്ലാതെ നഷ്ടപ്പെടുത്താനല്ലല്ലോ. എന്തായാലും ആര്യനോ ജിസേലോ മൊട്ടയടിച്ചേ പറ്റൂ. അപ്പൊ ജിസേൽ പറയുന്നു, ഞങ്ങൾ പഞ്ചാബികൾ ഫാദർ മരിച്ചാലാണ് മൊട്ടയടിക്കുക. ഇങ്ങനെയാണെങ്കിൽ തുണി അയക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിന്റിന് വേണ്ടിയിട്ട് ഞങ്ങളോട് തുണി അയക്കാനും പറയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസേൽ അവിടെ പൊട്ടിത്തെറിക്കുന്നു. എന്തായാലും കുടുംബാംഗങ്ങളും ഇവനും തമ്മിൽ പൊരിഞ്ഞടിയാണ് ലൈവിൽ നടക്കുന്നത്. ആര്യനും ജിസേലും മൊട്ടയടിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഒടുക്കം ബിഗ് ബോസ് ഇവരോട് ഇവരുടെ തീരുമാനങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നു, എനിക്ക് കിട്ടിയ ജ്യൂസ് കുടിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ ജിസേൽ പറയുന്നുണ്ട്, ഞാൻ മൊട്ടയടിക്കാൻ തയ്യാറല്ല. അപ്പൊ ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്ത ഇവർ 3 പേരും ഈ ടാസ്കിൽ പരാജയപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് 1000 പോയിന്റ് നഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്കുള്ളത് 250 പോയിന്റ് മാത്രമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് എല്ലാവരോടും പിരിഞ്ഞു പോകാനായിട്ട് പറയുന്നു. എന്തായാലും ടാസ്ക് പൊളിഞ്ഞു. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.